കോന്നി പ്രസിഡന്റ് ആനി സാബു തോമസ് കൂടി ചേരുന്നുണ്ട്. പക്ഷേ ആനി സാബു, അതായത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം, ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ, അല്ലെങ്കിൽ അതിനെതിരെ, ഈ ക്വാറിക്കെതിരെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ആരുടെയോ അനാസ്ഥ മൂലം വീണ്ടും ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഹലോ, കേൾക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പരാതിയൊന്നും ഗ്രാമപഞ്ചായത്തിൽ വന്നിട്ടില്ല. ഞാൻ ഗ്രാമപഞ്ചായത്തിൽ 15 വർഷങ്ങൾ കൊണ്ട് അവിടെ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. 2 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്. നിലവിൽ ഈ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ പ്രദേശവാസികൾ പരാതി തന്നിരുന്നു. അതിന് പ്രകാരം പ്രദേശവാസികളുടെ പരാതികൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ കോടതി ഇടപെട്ട് കോടതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കണമെന്നും നിലവിൽ കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ് അവരുടെ പരാതി മേലെ. അപ്പൊ കോടതിയിൽ പരാതി നിലനിൽക്കുന്ന സമയത്ത് തന്നെ അവിടുത്തെ റോഡിന്റെ ഒരു വിഷയമുണ്ട്. ആ റോഡ് ആസ്തിയുമായി ബന്ധപ്പെട്ട് അപ്പം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത് നിലവിലെ ആസ്തി രജിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ആസ്തിയിലുള്ള റോഡ് അളന്ന് തിട്ടപ്പെടുത്തി അതിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ പാറമടയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തന്നതിനനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറി നിയമാനുസൃതം പഞ്ചായത്ത് പാറമടയ്ക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ശ്രീമതി, താങ്കൾക്ക് ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കും, ഒരു പരാതിയായല്ല, 2019 തന്നെ ഒരു കോന്നി സ്വദേശി ഈ ക്വാറിക്കെതിരെ, ഒരു പാറമടകൾക്കെതിരെ ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ആ സാഹചര്യം അന്നേ നിലനിന്നിരുന്നു എന്ന് കരുതണ്ടേ? അല്ല, ഈ ഒരു പാറമടയ്ക്കെതിരെ മാത്രമല്ല, കോന്നിയിൽ 6-7 പാറമടകളുണ്ട്. നിലവിൽ ഇപ്പൊ 4 പാറമടകൾ അങ്ങോട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. നിലവിലത്തെ സ്ഥിതിയിൽ കോന്നിയിലെ പാറമടകളെല്ലാം വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ പ്രദേശവാസികൾക്ക് പരാതികളുണ്ട്. അത് ജിയോളജി വകുപ്പും മലിനീകരണ ബോർഡും ഒക്കെ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാനും പോയിട്ടുള്ളതാണ്. എന്റെ അഭിപ്രായങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനത്തിൽ മുൻകാലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന് മാത്രമല്ല, എല്ലാ പഞ്ചായത്ത് പാറമടകൾക്കെതിരെയും പരാതികളുണ്ട്. ഇതെല്ലാം കളക്ടറുടെ ശ്രദ്ധയിലും പെടുത്തുന്നതാണ് മുൻകാലങ്ങളിൽ. ഈ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ നിയമത്തിന്റെ വഴിക്കാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് മറുപടി നൽകേണ്ടി വരില്ലേ? തീർച്ചയായും 100% എനിക്ക് അത് അവരോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പൊതുജനങ്ങളോടൊപ്പം തന്നെ, പ്രകൃതിക്ക് അവിടുത്തെ പ്രദേശവാസികളോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഒരു പ്രവർത്തക എന്ന നിലയിലും എനിക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ ആനി, വളരെ നന്ദി. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ദുരന്തം, വലിയൊരു ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പത്തനംതിട്ട പയ്യനാമൺ ചെങ്കുളത്ത് പാറമടയിലാണ് കല്ലിടിഞ്ഞ് വീണ അപകടം നടന്നത്. അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. പക്ഷേ വലിയ ദുഷ്കരമായൊരു ദൗത്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.